ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമാഗമന കൂടാരം എന്ന ഈ പ്രസംഗ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർന്ന് നമുക്ക് ഈ തിരുവചന ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. സമാഗമന കൂടാരം എന്ന വിഷയത്തെ നമുക്ക് അതിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിച്ച് പഠിക്കാവുന്നതാണ്. മുൻ എപ്പിസോഡുകൾ ചിന്തിച്ചതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ സമാഗമന കൂടാര അല്ലെങ്കിൽ സന്ദേശം. അതുകൊണ്ട് നിങ്ങൾക്കതിനെ പഠിച്ച് അല്ലെങ്കിൽ ചിന്തിച്ച് കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കുമാറാകട്ടെ. ഇതുവരെ നാം പഠിച്ചത് സ്വർഗീയ സമാഗമന കൂടാരത്തെക്കുറിച്ചും ഭൗതികമായ സമാഗമന കൂടാരത്തെക്കുറിച്ചും ആ ഭൗതിക സമാഗമന കൂടാരം നിർമ്മിക്കുന്നതിനുള്ള പശ്ചാത്തലത്തെക്കുറിച്ചുമാണ് നമ്മൾ ഇതുവരെയും പഠിക്കേണ്ടതൊക്കെ ഇടയാത്തുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് സമാഗമന കൂടാരത്തിൻ്റെ അതിൻ്റെ ഉപകരണങ്ങളെക്കുറിച്ചും ആ ഉപകരണങ്ങളെ നിർമ്മിക്കുക അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എന്തൊക്കെ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതിനെക്കുറിച്ചും നമുക്ക് പഠിക്കാം. നമുക്ക് മുന്നോട്ട് ചിന്തിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ ഈ നല്ല സമയത്തിനായി ദൈവത്തെ അതിയായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമാഗമന കൂടാരം എന്ന വിഷയം ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. ദൈവം ഇനിയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തുടർന്ന് ഞങ്ങൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ചിന്തിക്കുന്ന ആ കാര്യം ഞങ്ങൾക്ക് മനസ്സിലാകുവാൻ തൊക്കെ കർത്താവ് സഹായിക്കണം. സകല മാനവമുഖത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സമാഗമന കൂടാരം അതിൻ്റെ ഉപകരണങ്ങളെ നിർമ്മിക്കുവാൻ തക്കോണം, അല്ലെങ്കിൽ സമാഗമന കൂടാര ഉപകരണങ്ങളും മറ്റ് അതിൻ്റെ സാധനങ്ങളൊക്കെ നിർമ്മിക്കുവാൻ ഏതൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ നോക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് സ്വർണം അല്ലെങ്കിൽ പൊന്ന് ആണ്. സ്വർണം എന്ന് പറയാൻ കഴിയില്ല. പൊന്ന് തനി തങ്കമാണ് സമാഗമന കൂടാര നിർമ്മാണത്തിന് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ലോഹം. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി തനി തങ്കം. അപ്പോൾ സ്വർണം, അപ്പോൾ ലോകത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും അല്ലെങ്കിൽ അതിൻ്റെ വിലയുള്ളതായിട്ടുള്ള ലോഹങ്ങളൊക്കെ മറ്റു തരത്തിൽ ഉണ്ടെങ്കിൽ പോലും പ്രചാരം സിദ്ധിച്ചിട്ടുള്ള, എല്ലാ വ്യക്തിയും അത് കൈക്കലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലോഹമാണ് സ്വർണമെന്ന് പറയുന്നത്. അതിൻ്റെ വെണ്മ കൊണ്ടും അതിൻ്റെ പരിശുദ്ധി കൊണ്ടും ഒപ്പം തന്നെ അതിൻ്റെ ആഭരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അതിൻ്റെ ലോഹത്തിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും ഒപ്പം തന്നെ അതിൻ്റെ ഭംഗി കൊണ്ടെല്ലാം ജനങ്ങളെ വളരെയധികം അത്യാകർഷിക്കപ്പെടുന്ന ഒന്നാണ് സ്വർണമെന്ന് പറയുന്നത്. ആ സ്വർണം കൊണ്ട് തന്നെയാണ് സമാഗമന കൂടാരത്തിൻ്റെ ഭൂരിഭാഗം വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് തനി തങ്കത്തിലാണെന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. രണ്ടാമതായിട്ട് വെള്ളി കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വെള്ളിയും അന്നത്തെ കാലത്ത് വളരെ വിലപിടിപ്പുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്നാണ് വെള്ളി വില കുറഞ്ഞിട്ടുള്ള ഒരു ലോഹമായിട്ട് മാറിയത്. പക്ഷേ ആ നാളുകളിൽ വെള്ളി നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ ഉള്ള അതേ പ്രാധാന്യത്തോടുകൂടി ജനങ്ങൾ കണ്ടിരുന്ന ഒന്നാണ് കാണുന്നതൊക്കെ സാധിക്കുന്നു. പിന്നെ മൂന്നാമതായിട്ട് താമ്രവും അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോഹമാണ്. താമ്രം തൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം താമ്രം അവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. താമ്രം അവിടെ ഉണ്ടാകുന്നു. പിന്നീട് നീലനൂല്. ഒരു പക്ഷേ എങ്ങനെയാണ് ആ നൂല് അവർക്ക് ലഭിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചതുപോലെ തന്നെ നൂലെന്ന് പറയുന്നത് അവർ മിദ്യാന്യ കച്ചവടക്കാരെന്നും അറേബ്യൻ കച്ചവടക്കാരെന്നൊക്കെ അവർ വിലയ്ക്ക് വാങ്ങിയതാണ്. നൂലുകൾ അവർ നെയ്തെടുത്തത്, അല്ലെങ്കിൽ നൂല് അവർ കൊണ്ടുവന്ന് കൊടുക്കുന്ന കച്ചവട സംഘങ്ങളുണ്ട് എന്ന് കാണുന്നതൊക്കെ സാധിക്കുന്നു. പിന്നീട് കൂടാതെ തന്നെ നീലനൂല്, ധൂമ്ര നൂല്, ചുവപ്പ് നൂല്, പിന്നീട് പഞ്ഞിനൂൽ, ഈ 4 തരത്തിലുള്ള നൂല് അവിടെ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നീലനൂല്, ധൂമ്രനൂല്, ചുവപ്പ് നൂല്, പഞ്ഞിനൂല്. അങ്ങനെ 4 തരത്തിലുള്ള നൂലുകൾ അവിടെ പഞ്ഞിനൂലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം പഞ്ഞിനൂല് വെള്ള, ചുവപ്പ് നൂലുണ്ട്, പിന്നീട്
ധൂമ്രനൂലുണ്ട്, പിന്നീട് നീലനൂൽ നമുക്ക് കാണുന്നതൊക്കെ സാധിക്കും. അങ്ങനെ അതിൻ്റെ 4 തരത്തിലുള്ള നൂലുകൾ സമാഗമന കൂടാര നിർമ്മിതിയിൽ ഉപയോഗപ്പെട്ടത് കാണുന്നതൊക്കെ സാധിക്കുന്നു. പിന്നീട് കോലാട്ട് രോമം, പിന്നീട് തഹശുത്തോൽ. ഇപ്പോൾ കോലാട്ട് രോമവും പിന്നീട് തഹശുത്തോലും പിന്നീട് ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, ആടിൻ്റെ തോല് ചുവപ്പിച്ചതാക്കി അതിൻ്റെ നിറം പിടിപ്പിച്ചതിന് ശേഷം ചുവപ്പ് ആട്ടുതോലും ഉപയോഗിക്കും. അപ്പം 3 ആട്ടിൻ തോലുകൾ, കോലാട്ട് രോമം, തഹശുത്തോല്, പിന്നീട് ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോല്. അപ്പം ഈ പറയപ്പെടുന്ന തോലുകൾ, രോമവും ആട്ടിൻ രോമം, ഒപ്പം തന്നെ തഹശുത്തോല്, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോല്, ഇത് 3 തോലുകളെ സംബന്ധിച്ച് നമുക്ക് ബൈബിളിൽ കാണാൻ സാധിക്കുന്നു. പിന്നെ 4 തരത്തിലുള്ള സ്വർണവും വെള്ളി താമ്രം 3 തരത്തിലുള്ള ലോഹങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂലുള്ള 4 തോലുകൾ, കോലാട്ട് രോമം, തഹശുത്തോല്, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോല്. അങ്ങനെ 4 തരത്തിലുള്ള ഈ 3 തരത്തിലുള്ള തോലുകളെ നമുക്ക് കാണാൻ നോക്കാൻ സാധിക്കുന്നു. പിന്നീട് മരമാണെങ്കിൽ ഖദിരമരമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഖദിരമരം നമുക്കറിയാം. ഖദിരമരം അൽക്കേഷ്യ മരമാണ്, അൽക്കേഷ്യ തടിയാണ് ഖദിരമരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖദിരമരവും അവിടെ നമുക്ക് കാണാൻ നോക്കാൻ സാധിക്കുന്നു. ഖദിരമരം. പിന്നീട് എണ്ണയായിട്ട് ഒലിവ് ഓയിൽ, ഒലിവെണ്ണ അവിടെ നമുക്ക് കാണുവാൻ നോക്കാൻ സാധിക്കുന്നു. പിന്നീട് അഭിഷേക തൈലത്തിനും പരിമള ധൂപത്തിനും സുഗന്ധവർഗ്ഗങ്ങൾ, അവിടെ ധാരാളം സുഗന്ധവർഗ്ഗങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നത് കാണാൻ നോക്കാൻ സാധിക്കുന്നു. ധാരാളം ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് പറയുന്നില്ല, കാരണം നമുക്കത് വീണ്ടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാക്കാം, കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾ ഇത്രയും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നീട് രത്നക്കല്ലുകൾ, 9 വിധത്തിലുള്ള രത്നക്കല്ലുകളെ നമുക്ക് അവിടെ കാണാൻ നോക്കാൻ സാധിക്കും. 9 വിധത്തിലുള്ള രത്നക്കല്ലുകൾ നമുക്ക് ആ സമാഗമന കൂടാരത്തിന് നിർമ്മിതിക്ക് ഉപയോഗപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ നോക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഞാൻ എടുത്തു പറയുകയാണ്. 3 ലോഹങ്ങൾ എന്തൊക്കെയാണ്? സ്വർണം, വെള്ളി, താമ്രം, 3 ലോഹങ്ങൾ. പിന്നീട് 4 നൂലുകളെക്കുറിച്ച് പറയുന്നു. ഒന്ന് നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിന്നീട് പഞ്ഞിനൂൽ എന്ന് പറയുന്ന 3 നൂലുകൾ. പിന്നീട് തോലുകളെ സംബന്ധിച്ച് പറഞ്ഞാൽ കോലാട്ട് രോമം, തഹശുതോല്, പിന്നെ ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോല്, അങ്ങനെ 3 തോലുകൾ. പിന്നെ ഒരു മരം എന്ന് പറയുന്നത് ഖദിരമരമാണ്. എല്ലാ പണികളും ഒരൊറ്റ തടിയാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഖദിരമരമാണെന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നീട് അവിടെ എണ്ണ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അത് ഒലിവ് ഓയിലാണ്. പിന്നീട് സുഗന്ധവർഗം, ധാരാളവിധമായ സുഗന്ധവർഗ്ഗങ്ങൾ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. പിന്നീട് രത്നങ്ങൾ, സ്വർണവും വെള്ളിയും ചെമ്പ് അല്ലെങ്കിൽ താമ്രം എന്ന് പറയുന്ന പോലെ തന്നെ വീണ്ടും അതുപോലെ തന്നെ കല്ലുകൾ ഉപയോഗപ്പെട്ടിട്ടുണ്ട്. രത്നക്കല്ലുകൾ ഉപയോഗപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതാണ് സമാഗമന കൂടാര നിർമ്മിതിയിലുള്ള അസംസ്കൃത വസ്തുക്കൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സമാഗമന കൂടാരത്തിൻ്റെ അസംസ്കൃത വസ്തുക്കൾ നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് നമുക്ക് ചിന്തിക്കാനുള്ളത് എന്താണ്? സമാഗമന കൂടാരത്തിൻ്റെ ഉപകരണങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. എന്താണ് സമാഗമന കൂടാര ഉപകരണങ്ങൾ? ധാരാളം ഉപകരണങ്ങൾ കാണുന്നതിന് സാധിക്കും. നമുക്ക് അതിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ സമാഗമന കൂടാര ഉപകരണം വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള, വളരെയധികം ഏറ്റവും അധികം ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന സമാഗമന കൂടാര ഉപകരണമാണ് നിയമപ്പെട്ടകം എന്ന് വിളിക്കുന്നത്. ഇതാണ് നിയമപ്പെട്ടകം. സമാഗമന കൂടാരത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു ഉപകരണമാണ്, ഒന്നാമത്തെ ഉദാഹരണമാണ് നിയമപ്പെട്ടകം എന്ന് പറയുന്നത്. ആ നിയമപ്പെട്ടകം എന്ത് തടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഖദിരമരം കൊണ്ടാണ് ആ നിയമപ്പെട്ടകം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഖദിരമരം, നമുക്ക് നേരത്തെ ചിന്തിച്ചു ഖദിരമരം. അപ്പോൾ ആ ഖദിരമരം കൊണ്ടാണ് നിയമപ്പെട്ടകം ഉണ്ടാക്കിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു. ആ ഖദിരമരം കൊണ്ട് നിയമപ്പെട്ടകം ഉണ്ടാക്കിയിരിക്കുന്നതിൻ്റെ ആ ഖദിരമരത്തിൻ്റെ നീളവും വീതിയും അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇനി അടുത്തത് 2.5 മുഴം നീളം. അപ്പം ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറയുകയാണ്. ആ
ആ കതിരമരം പെട്ടകത്തിൻ്റെ 2.5 മുഴമാണ് അതിൻ്റെ നീളമെന്ന് കാണാൻ തൊക്കെ സാധിക്കുന്നു. വീതി എന്ന് പറയുന്നത് 1.5 മുഴമാണ്. 1.5 മുഴം വീതിയും 2.5 മുഴം നീളവുമുള്ള ഒരു പെട്ടകമാണ് ഈ പറയുന്ന സമാഗമന കൂടാരത്തിലെ നിയമപ്പെട്ടകമെന്ന് പറയുന്നത്. അപ്പോൾ 2.5 മുഴം നീളവും 1.5 മുഴം വീതി എന്ന് കാണാൻ തൊക്കെ സാധിക്കുന്നു. പിന്നീട് അതിന് ഒരു അത് മുഴുവൻ തങ്കം കൊണ്ട് പൊതിയണമെന്ന് പറയുന്നു. അപ്പോൾ സമാഗമന കൂടാരത്തിൻ്റെ ഈ പറയുന്ന 1.5 മുഴം വീതിയും 2.5 മുഴം വീതിയുമുള്ള ആ സമാഗമന കൂടാരത്തിൻ്റെ ആ ഒരു പെട്ടകത്തിൻ്റെ അത് കതിരമരം കൊണ്ടുണ്ടാക്കിയിട്ട് സ്വർണം കൊണ്ട് പൊതിയണമെന്ന് പറഞ്ഞു. ദൈവം പറയാണ് സ്വർണം കൊണ്ട് അതിനെ പൊതിയണമെന്ന് കാണാൻ തൊക്കെ സാധിക്കുന്നത്. അപ്പോൾ 1.5 മുഴം പെട്ടകത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 1.5 മുഴം. അപ്പം ഓർക്കണം, ആ പെട്ടക നീളം വീതി ഉയരം എന്താണ്? 2.5 മുഴം വീതി, 1.5 മുഴം നീളം എന്ന് പറയുന്നത് 2.5 മുഴം, വീതി എന്ന് പറയുന്നത് 1.5 മുഴം, ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് 1.5 മുഴമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നമുക്കത് ശരി കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. 2.5 മുഴം നീളം, 1.5 മുഴം വീതി, ഒപ്പം തന്നെ 1.5 മുഴം ഉയരം. അങ്ങനെയാണ് സമാഗമന കൂടാരത്തിൻ്റെ അളവെന്ന് കാണുവാൻ തൊക്കെ സാധിക്കുന്നു. ഒന്നുകൂടെ പറയാം, അതിൻ്റെ നീളമെന്ന് പറയുന്നത് 2.5 മുഴമാണ്, വീതി എന്ന് പറയുന്നത് 1.5 മുഴമാണ്, അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 1.5 മുഴമാണ് എന്ന് കാണാൻ തൊക്കെ സാധിക്കുന്നു. അപ്പം 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരം. ഇതാണ് സമാഗമന കൂടാരം. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഖദിരമരം കൊണ്ടുണ്ടാക്കണം. ഒപ്പം തന്നെ ആ പറയുന്ന പെട്ടി നിയമപ്പെട്ടകം എല്ലാം എന്താണ്? തങ്കം കൊണ്ട് പൊതിയണം, പൊന്നു കൊണ്ട് പൊതിയണം എന്ന് കാണുന്നത് കൊണ്ടും അകവും പുറവും പൊന്നു കൊണ്ട് പൊതിയണം എന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് പറയുന്നത് ഈ പെട്ടകം ഉണ്ടാക്കിയതിന് ശേഷം അതിന് 4 പൊൻവളയങ്ങളുണ്ട്. അപ്പോൾ 4 മൂലയിലും ഘടിപ്പിക്കുവാൻ തക്കവണ്ണം 4 പൊൻവളയങ്ങൾ നിർമ്മിക്കുവാൻ തക്കവണ്ണം ദൈവം പറയുന്നു. അപ്പം 4 മൂലയിലും 4 പൊൻവളയങ്ങൾ സ്ഥാപിക്കണം. അപ്പം 2.5 മുഴം നീളം, 1.5 മുഴം വീതി, 1.5 മുഴം ഉയരമുള്ള ഖദിരമരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകം അകവും പുറവും പൊന്നുകൊണ്ട് പൊതിയണം. അങ്ങനെ എന്നിട്ട് 4 മൂലയിലും അല്ലെങ്കിൽ 4 പൊൻവളയങ്ങൾ ഉണ്ടാക്കണം. ഒപ്പം തന്നെ 2 തണ്ടുകൾ ഉണ്ടാക്കാൻ പറയാണ്. അതുകൊണ്ട് എന്താണ്? ഖദിരമരം കൊണ്ട് 2 തണ്ടുകൾ ഉണ്ടാക്കുക, ഒപ്പം തന്നെ അത് പൊന്നുകൊണ്ട് പൊതിയണമെന്ന് കാണാൻ തക്കൊണ്ട് സാധിക്കുന്നു. ഇതിനെയാണ് ആ ഒരു സമാഗമന കൂടാരത്തിലെ നിയമപ്പെട്ടകം എന്ന് പറയുന്നത്. അതൊരു കാരണവശാലും ഊരുവാൻ പാടില്ല. അതിൽ ചെലുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കാനേ പാടില്ല. അത് അവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഊരുവാൻ കൊണ്ട് പാടില്ല. സമാഗമന കൂടാരം എടുത്തുകൊണ്ട് പോകുന്നത് 2 തണ്ടുകളിലാണെന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. പ്രതിമക്കളെ, നമ്മെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളാണ് ആ തണ്ടുകൾ. അതുകൊണ്ട് ഒരു കാരണവശാലും അതിൽ നിന്ന് അടർത്തി മാറ്റുവാൻ കൊണ്ട് സാധിക്കുകയില്ല. ദൈവം നമ്മെ വഹിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉണ്ട് എന്ന് കാണാൻ കൊണ്ട് സാധിക്കുന്നു. ഇതൊക്കെയും കർത്താവായ യേശു ക്രിസ്തു ആ പ്രമാണത്തിൻ്റെ അല്ലെങ്കിൽ പ്രമാണമാണ് യേശു വഹിക്കുന്നത് എന്ന് കാണാൻ കൊണ്ട് സാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് അത് നമുക്ക് നൽകിത്തരുന്ന വലിയ പാഠങ്ങൾ. ദൈവം നമ്മെ വഹിക്കുന്നു, ഒപ്പം തന്നെ അത് തണ്ടുകൾ കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് പെട്ടകത്തെ മുഴുവനായി വഹിക്കുന്നു. ആ പെട്ടകത്തിൻ്റെ ഉള്ളിൽ എന്താണ്? ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. ആ ദൈവത്തിൻ്റെ പ്രമാണമാണ് യേശു വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നത് കാണാൻ കൊണ്ട് സാധിക്കുന്നു. പിന്നീട് കാണാൻ കൊണ്ട് സാധിക്കുന്നത് ആ പെട്ടകം മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ ഉള്ളിൽ പ്രമാണമുണ്ടെന്ന് കാണുന്നത് കൊണ്ട് സാധിക്കുന്നു. അത് നമ്മയും ചൂണ്ടിക്കാണിക്കാം. ആ പെട്ടകം നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് പ്രമാണങ്ങളുണ്ട് എന്ന് കാണുന്നത് കൊണ്ട് സാധിക്കുന്നു. പ്രിയമക്കളെ, അതെല്ലാം തന്നെയാണ് നമ്മളെയും കർത്താവായ യേശു ക്രിസ്തുവിനെയും പ്രതീകവൽക്കരിക്കുന്നതാണ് നമുക്ക് കാണുന്നത് കൊണ്ട് സാധിക്കുന്നു. ആ പെട്ടകം തന്നെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കാണുന്നത് കൊണ്ട് സാധിക്കും. ഒപ്പം തന്നെ അതിലൊരു വലിയ ഒരു നമുക്ക് ചിന്തിപ്പാനുള്ള ഒരു ആശയം ഉള്ളത്, ആ പെട്ടകം പണിയുന്നത് ഖദിരമരം കൊണ്ടാണെന്ന് കാണാൻ സാധിക്കുന്നു. ഖദിരമരം, ആ ഖദിരമരം എന്ന് പറയുന്നത്
നാം ഓരോരുത്തരുമാണ് ഖദിരമരം. സ്വർണമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ ഖദിരമരമാകുന്ന നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ പഴയ നമ്മുടെ മണ്ണാകുന്ന സ്വഭാവത്തിൻ്റെ പുറമേ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന സ്വർണം പൂശി അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞ് നമ്മളെ സംരക്ഷിക്കുന്നു. ഖദിരമരത്തിൻ്റെ ഒരു ഗുണങ്ങളും പുറത്തേക്ക് കാണാതെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം പുറന്തള്ളണം അല്ലെങ്കിൽ പുറത്ത് കാണണമെന്ന നിലയിലാണ് ദൈവം അതിനെ രൂപപ്പെടുത്തിയിരിക്കുന്നത് കാണാൻ നോക്കണം സാധിക്കുന്നു. അപ്പോൾ നമ്മൾ ഖദിരമരവും ഒപ്പം കർത്താവായ യേശു ക്രിസ്തു ആ ഒരു സ്വർണവുമാണെന്ന് കാണാൻ നോക്കാൻ സാധിക്കുന്നു. ഒപ്പം തന്നെ മറ്റൊരു തരത്തിൽ നമുക്കതിനെ ചിന്തിക്കാം. അത് ഇപ്രകാരമാണ്: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ട് മുഖങ്ങളാണ് ആ പെട്ടകം എന്ന് പറയുന്നത്. ഒന്ന് ഖദിരമരമാകുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യനായ കർത്താവായ യേശു ക്രിസ്തു. പിന്നീട് സ്വർണമെന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവികമായ സ്വഭാവം. ആ മനുഷ്യനായ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് നമുക്ക് ആ പെട്ടകത്തിൽ കാണുവാൻ സാധിക്കുന്നത്. അതാണ് നമുക്ക് നൽകിത്തരുന്ന വലിയ പാഠങ്ങൾ. അപ്പോൾ ഒരു ഒന്നാമത്തെ സമാഗമന കൂടാര ഉപകരണം എന്ന് പറയുന്നത് എന്താണ്? നിയമപെട്ടകമാണ്. നിയമപെട്ടകത്തിൻ്റെ നീളമെന്ന് പറയുന്നത് 2.5 മുഴവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരവുമാണ്. അതിൻ്റെ 4 മൂലയ്ക്കും പൊന്നുകൊണ്ട് 4 വളയങ്ങളുണ്ട്, 2 തണ്ടുകളുണ്ട്. ആ തണ്ട് ഉള്ളിൽ ചെലുത്തി വെക്കുന്നു. ആ ചെലുത്തി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഊരാൻ പാടില്ല. അത് ഖദിരമരത്തിൽ അത് ഖദിരമരം കൊണ്ടുണ്ടാക്കി സ്വർണം കൊണ്ട് പൊതിഞ്ഞതായിരിക്കണം. അപ്പോൾ ഖദിരമരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ അതിൽ ആ ഖദിരമരത്തിൻ്റെ പുറമേ സ്വർണ്ണമുണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. ആ പെട്ടകം തന്നെ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കാണാൻ സാധിക്കുന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവം മനുഷ്യനായി വന്ന കർത്താവായ യേശു ക്രിസ്തു ദൈവികമായ കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നത്. പ്രിയമക്കളെ, ആ നിയമപെട്ടകം നമുക്ക് നൽകി തന്നിരിക്കുന്ന വലിയ പാഠങ്ങളുണ്ടെന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ഓരോ ഉപകരണങ്ങളെക്കുറിച്ച് പഠിക്കാം. അങ്ങനെ ഉപകരണങ്ങളെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ അർത്ഥവും നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെയാണ് നമുക്കതിനെ വ്യക്തമായി മനസ്സിലാക്കാൻ തക്കണം സാധിക്കും. അപ്പം സമാഗമന കൂടാരത്തിൻ്റെ നിർമ്മാണത്തിന് അസംസ്കൃത വസ്തുക്കളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സ്വർണം, വെള്ളി, താമരമുണ്ട്. പിന്നീട് 4 നൂലുകളുണ്ട്: നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പഞ്ഞിനൂൽ. പിന്നീട് 3 രോമങ്ങൾ അല്ലെങ്കിൽ 3 തോലുകൾ: കോലാട്ട് രോമം, തകശുതോല്, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോലെന്ന് കാണാൻ സാധിക്കും. പിന്നീട് ഒരേ ഒരു തടി ഖദിരമരം. പിന്നീട് എണ്ണ, ഒലിവ് ഓയിൽ, അഭിഷേകതൈലത്തിനും പരിമള ധൂപത്തിനും വേണ്ടി സുഗന്ധവർഗ്ഗങ്ങൾ. ഒപ്പം തന്നെ 9 വിധ രത്നക്കല്ലുകൾ. ഇതെല്ലാമാണ് അതിൻ്റെ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് 2 അസംസ്കൃത വസ്തുക്കൾ കൊണ്ടാണ് ഒന്നാമത്തെ സമാഗമന കൂടാര ഉപകരണം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. നിയമപെട്ടകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഖദിരമരവും സ്വർണം കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ഖദിരമരവും സ്വർണവും കൊണ്ട്. അപ്പോൾ ആ നിയമപെട്ടകം പൊന്നുകൊണ്ട് 4 മൂലയ്ക്കുമായി 4 വളയങ്ങളുണ്ട്, തണ്ടുകളുണ്ട്, 2 തണ്ടുകൾ. അതിൽ സ്വർണം പൊതിയണം. പെട്ടകവും അകവും പുറവും സ്വർണം പൊതിയണം. അത് ചെലുത്തിക്കഴിഞ്ഞാൽ അത് ഒരിക്കലും കാരണവശാലും ഊരുവാൻ പാടുള്ളതല്ല. ഇങ്ങനെയാണ് സമാഗമന കൂടാരം അത് സമാഗമന കൂടാരത്തിൻ്റെ ഒന്നാമത്തെ ഉപകരണമായ നിയമപെട്ടകം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ അർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഖദിരമരം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്വർണം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവിക സ്വഭാവം. ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവവുമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ കഴിയുന്നതാണ് നമുക്ക് ഈ പറയുന്ന ആ പെട്ടകത്തിൽ സ്വർണം പൊതിയുക എന്ന് പറയുന്ന ആ വലിയൊരു പ്രോസസ്സ് നടക്കുന്നത്. യേശുവിൻ്റെ മനുഷ്യ സ്വഭാവത്തെയും യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തെയും നമുക്ക് ഒരുമിച്ച് കാണുവാൻ സാധിക്കും നിയമപെട്ടകത്തിൽ. അതിനാണ് ദൈവത്തിൻ്റെ നിയമപെട്ടകം വെക്കുന്നത്, 10 കൽപ്പന വെക്കുന്നത്. ആ പെട്ടകത്തെ നാമുമായി സദൃശിക്കപ്പെടുത്താം.
നമ്മുടെ ഉള്ളിൽ ആ നിയമപ്പെട്ടകം എപ്പോഴും ഇരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മനുഷ്യ സ്വഭാവത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവമായിട്ടുള്ള സ്വർണ്ണ സ്വഭാവം നമ്മൾ ഒരിക്കലും നമ്മുടെ മനുഷ്യ സ്വഭാവം പുറത്ത് കാണുവാൻ പാടില്ല. ദൈവത്തിൻ്റെ സ്വഭാവമായിരിക്കണം നമ്മൾ വെളിയിലേക്ക് കാണിക്കേണ്ടത് എന്ന വലിയൊരു ചിന്ത അതിൽ നമുക്ക് അടങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ആ തണ്ടുകളെന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. നാം ആകുന്ന പെട്ടകത്തെ വഹിച്ചു കൊണ്ടുപോകുന്ന കർത്താവായ യേശു ക്രിസ്തു തണ്ടുകളെ, ഒപ്പം തന്നെ ആ സാക്ഷ്യപ്പെട്ടകത്തെ കർത്താവായ യേശു ക്രിസ്തു വഹിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു തണ്ടുകളും കർത്താവായ യേശു ക്രിസ്തുവാണ്. പെട്ടകവും യേശു ക്രിസ്തുവാണ്, തണ്ടുകളും യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് നോക്കുമ്പോൾ ധാരാളം അർത്ഥങ്ങൾ കാണുവാനൊക്കെ സാധിക്കും. ദൈവം നമ്മെ വഹിച്ചുകൊണ്ട് നടന്ന വിധങ്ങളെ, അതിനെ ദൈവം എപ്രകാരമാണ് ദൈവം നമ്മളെ വഴി നടത്തുന്നത്, യേശു നമ്മളെ വഹിക്കുന്നത്. പ്രതിമക്കളെ, അതിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. അങ്ങനെയുള്ള ഒരു വലിയ ചിന്തയാണ് നമുക്ക് സമാഗമന കൂടാര ഉപകരണം നിന്ന് നമുക്ക് കാണുവാനൊക്കെ സാധിക്കുന്നത്. അപ്രകാരം ആ സമാഗമന കൂടാരത്തിലെ ആ നിയമപ്പെട്ടകം പോലെ നമ്മുടെ ഉള്ളിലും സാക്ഷ്യപ്പലക സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ഉള്ളിലാക്കിക്കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം നാം പുറത്ത് കാണിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള കഠിനമരം ഒരിക്കലും കാണാതെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ സ്വഭാവം ഒരിക്കലും പുറത്തേക്ക് വരാതെ ഒരു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ, ഒരു നന്മയുടെ നല്ല സ്വഭാവത്തെ നമ്മൾ വെളിപ്പെടുത്തുവാൻ, നാം യേശു ക്രിസ്തുവിൻ്റെ സ്വർണ്ണ സ്വഭാവത്തെ നാം പുറത്തേക്ക് കാണിക്കുവാൻ തക്കണം നമുക്ക് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ തക്കണം ഇടവരുത്തുമാറാകട്ടെ. ഒരിക്കലും തന്നെ ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകരുത്. തണ്ടുകളാകുന്ന കർത്താവായ യേശു ക്രിസ്തു നാം ആകുന്ന പെട്ടകത്തെ വഹിച്ചുകൊണ്ട് നടന്നിട്ടുള്ളതാണെന്ന് കാണാൻ സാധിക്കുന്നു. ഒരുപക്ഷെ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമാണെങ്കിൽ പോലും ഞാൻ അതിൻ്റെ മറുവശത്തെക്കുറിച്ച് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പലരും അതിനെ ഒരുപക്ഷെ തെറ്റായിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ആ പെട്ടകം നമ്മളാണോ ചോദിക്കും. പ്രിയമക്കളെ, അങ്ങനെയല്ല. പകരം അതിലൂടെ നമുക്ക് മറ്റൊരു വശവും കൂടെ കാണാമെന്ന് എന്നാണ് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കുന്നത്. പെട്ടകം കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്, മറ്റാരുമല്ല. പെട്ടകം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ പെട്ടകത്തിൻ്റെ രണ്ട് സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്, തടി എന്ന് പറയുന്നത്, കതിർമരം എന്ന് പറയുന്നത് യേശുവിൻ്റെ മനുഷ്യനാമെന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്വർണ്ണം എന്ന് പറയുന്നത് ദൈവികമായ കർത്താവായ യേശു ക്രിസ്തുവാണ്. എങ്കിൽ പോലും നമ്മെ അതിനെ സാമ്യപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ മനുഷ്യ സ്വഭാവമാണ് കതിരമരം എന്ന് പറയുന്നത്. അതൊരിക്കലും പുറത്ത് കാണാൻ പാടില്ല. നാം മനുഷ്യനാണെങ്കിൽ പോലും മനുഷ്യൻ്റെ സ്വഭാവം പുറത്ത് കാണുവാൻ ഒരിക്കലും പാടില്ല. ദൈവത്തിൻ്റെ സ്വഭാവമാണ് പുറത്ത് കാണുന്നത്. അതുകൊണ്ടാണ് അതിൽ സ്വർണം പൂശുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ആ ദൈവത്തിൻ്റെ സ്വർണ്ണ പ്രമാണങ്ങൾ നമ്മുടെ ഉള്ളിലാക്കാം. ഒപ്പം നമ്മുടെ പുറത്തേക്ക് നമുക്ക് ആ സ്വർണം മാത്രം വിളങ്ങട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെ പുറത്തേക്ക് കാണട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം ദൈവം നമുക്ക് ഒരു വലിയ നന്മ ലഭിപ്പാണ്ട് കൊണ്ട് ദൈവം നമ്മെ ഇടവരുത്തുമാറാകട്ടെ. നമുക്കൊരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്തയിൽ നിന്ന് വിരമിക്കാൻ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയോടെ ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയനാഥ, മനോഹരമായ ഈ നല്ല സമയത്തിനെ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടെ നൽകി തന്നിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം പിതാവേ. ഞങ്ങൾ നിയമപ്പെട്ടകത്തെക്കുറിച്ച് പഠിക്കാൻ തൊക്കേണ്ടതായല്ലോ. 2.5 മുഴം നീളവും 1.5 മുഴം വീതിയും 1.5 മുഴം ഉയരമുള്ള 4 മൂലയിലും സ്വർണത്തിൻ്റെ പൊന്നിൽ തീർത്ത 4 വളയങ്ങളും പിന്നെ 2 തണ്ടുകളും അതിൽ സ്വർണം പൊതിഞ്ഞ ആ നിയമപ്പെട്ടകം കാണുമ്പോൾ അത് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണെന്നും യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവവും ഒപ്പം തന്നെ ദൈവിക സ്വഭാവവും സമ്മിശ്രമായി ചേർന്ന യേശുവിനെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് കാണുവാൻ കൊണ്ട് സാധിക്കുമല്ലോ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 33 വർഷക്കാലത്ത് ഈ ജീവിതത്തിൽ യേശുവിൻ്റെ മനുഷ്യ സ്വഭാവത്തെയും യേശുവിൻ്റെ ദൈവിക സ്വഭാവത്തെയും ദർശിച്ച ആളുകളുണ്ടല്ലോ പിതാവേ. അവൻ ഉറങ്ങി, അവൻ ഭക്ഷണം കഴിച്ചു, അവന് വിശന്നു, അവൻ ദാഹിച്ചു. യേശുവിൻ്റെ മനുഷ്യ സ്വഭാവം ഖദിരമരം. എങ്കിലും യേശു സൗഖ്യമാക്കി, യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. യേശുവിൻ്റെ ദൈവിക സ്വഭാവം ആ പെട്ടകത്തിലേക്ക് നോക്കുമ്പോൾ എത്ര മനോഹരമായ ഒരു ചിത്രമാണ് യേശുവിൻ്റെ സ്വഭാവം. യേശുവിൻ്റെ ഉള്ളിൽ ആ നിയമപ്പെട്ടകം, ദൈവത്തിൻ്റെ പ്രമാണം, എത്ര അർത്ഥവത്തായ വലിയ ചിന്തയാണല്ലോ പിതാവ് ഞങ്ങൾക്ക് നൽകിയത്. ദൈവത്തിന് നന്ദി പറയുന്നു. അതുപോലെ ഞങ്ങൾക്കും കർത്താവ് യേശു ക്രിസ്തുവിനെ അനുഗ്രഹിച്ചും ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. സകല മാനവമഹത്വം കർത്താവ് എടുക്കണം. യേശു കർത്താവ് നാം ചോദിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.